ഞാൻ പോൾ മാത്യു. കേരളത്തിൽ ദിവസം ഒരു കാറെങ്കിലും വെച്ച് ഇപ്പം തീ പിടിക്കുന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. മാസങ്ങൾക്ക് മുന്നേ കണ്ണൂർ ഇതുപോലൊരു കാറ് തീ പിടിച്ചു. അതിലിരുന്ന് ബെൽറ്റ് ഊരാൻ പറ്റാതെ അവിടെ അകത്ത് തന്നെ ഇരുന്ന് അദ്ദേഹം കത്തിപ്പോവുക ചെയ്തത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പുറന്ന് തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ പുറന്ന് ഡോറ് തുറന്നു കഴിഞ്ഞ് ഇറങ്ങി വരാൻ വേണ്ടി അദ്ദേഹത്തോട് പറയുന്നുണ്ടെങ്കിലും അയ്യോ എനിക്ക് ബെൽറ്റ് ഊരാൻ പറ്റുന്നില്ല, ഇരുന്നിരുന്ന് അദ്ദേഹം കത്തിക്ക് തീരുകയായിരുന്നു. അത് ഏറ്റവും ഒരു സങ്കടമായ കാര്യമാണ്. ജീവനോടെ കത്തിത്തീരുന്നത്. അത് അയാൾ ഒറ്റയ്ക്ക്, പുറകിലുള്ളവരാണെങ്കിൽ വേറെ ഒന്ന് വിചാരിക്കുക. അത് ഒരാൾ മാത്രമേ രണ്ട് സ്ഥലത്ത് ഓരോരുത്തരേ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് മാസങ്ങൾക്ക് മുന്നേ ഉള്ള കത്ത് പിടിച്ചപ്പോഴത്തേക്കും ഞാൻ വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ അന്ന് യൂട്യൂബിലിട്ടിരുന്നു. അപ്പോൾ അതിനെ ഒന്നും കൂടെ വിവരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം പലരും ഇതിനെപ്പറ്റി യൂട്യൂബ് ചെയ്തതിൻ്റെ ഒരിക്കൽ നമ്മൾ പാനിക്കാകരുത്. അതുപോലെ പാനിക്കാകാതെ നമ്മുടെ സീറ്റ് പുറകോട്ട് ലിവർ വലിച്ച് സീറ്റ് പുറകോട്ടാക്കുക. ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ലിവർ വലിച്ചിട്ട് പുറകോട്ട് മലന്ന് ഇതാക്കുക. അതിനുശേഷം പതുക്കെ ധൃതി വെക്കാതെ ബെൽറ്റ് പതുക്കെ താഴോട്ട് വലിച്ചു കഴിഞ്ഞ് അത് കാലിൻ്റെ അടിയിൽ കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ആയിക്കഴിഞ്ഞു ഡോറ് തുറന്നതാക്കുക. ഇദ്ദേഹം ഇത്രയും നേരം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്തിരിക്കുന്ന ഒന്നെങ്കിൽ പ്രായം ചെന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്ത്രീകളായിരിക്കും, കുട്ടികളായിരിക്കും, വേറെ ആരെങ്കിലും ആയിരിക്കും. അവർക്ക് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരിചയമില്ലാത്തവരായിരിക്കും. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ അത് കഴിഞ്ഞിട്ട് വേണം. എന്നിട്ടായിരിക്കും ചില പുറകിലാളുണ്ടെങ്കിൽ അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇത് പ്രത്യേകം ഓർക്കുക. കാരണം തീ ബോണറ്റിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ നമുക്ക് ബെൽറ്റിൻ്റെ ലോക്ക് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും സൈഡിൽ നിന്ന്. പക്ഷെ അല്ലെങ്കിൽ തീ അവിടെ വന്ന് ചൂട് വന്ന് അവിടെ വരെ ആ ചൂട് എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ ലോക്ക് എടുക്കുന്നത്. അവിടെ പ്ലാസ്റ്റിക് ആകുമ്പോൾ ഉരിയെ പിടിച്ചിട്ട് അത് എടുക്കാൻ പറ്റാത്ത വരുന്നത്. അപ്പോൾ അത്ര അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും പാനിക്കാകാതെ പതുക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക, സെക്കൻഡുകൾക്കുള്ളിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അതിനുള്ള വഴിയാണ് ഞാനന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് തീ കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സൈഡിലെ ലോക്ക് നോക്കുക, എടുക്കാൻ പറ്റുമോ നോക്കുക. രണ്ട് ലോക്കും നമ്മൾ പ്രസ് ചെയ്തിട്ട് ശക്തിയിൽ പ്രസ് ചെയ്തിട്ട് അത് ബെൽറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ നമ്മൾക്ക് വേറെ വഴിയൊന്നുമില്ല. അതിനുവേണ്ടി നമ്മുടെ കാറിൻ്റെ തന്നെ ഇവിടെ കുപ്പി വെക്കുന്നതിൻ്റെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു 10-20 രൂപ താഴെ വരുന്നൊരു കത്രിക നമ്മൾ സൂക്ഷിക്കുക. അത് അവിടെ വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സീറ്റിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതുണ്ട്, അല്ലെങ്കിൽ അവിടെ ഡ്രൈവർക്ക് എടുക്കാവുന്ന സ്ഥലത്ത് അത് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ആണെങ്കിലും വെക്കാം, 1-2 ഇവിടെ വെക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞിട്ട് പറ്റുന്നില്ല ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുക, ആ കത്രിക വെച്ച് നമ്മുടെ ബെൽറ്റ് കട്ട് ചെയ്യുക. ഈ ബെൽറ്റും അപ്പുറത്ത് ഇരിക്കുന്ന ആളുടെ ബെൽറ്റും കട്ട് ചെയ്യുക. അതാണ് ഏറ്റവും അത് ഏതായാലും 10 സെക്കൻഡിനുള്ളിൽ ഇതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റും ഇതിൻ്റെ അകത്തുള്ള കാരണം. അതാണ് ഏറ്റവും നല്ലത്. ബെൽറ്റ് കട്ട് ചെയ്യാൻ ഇതൊന്നുമില്ല. നമ്മളൊന്ന് ഇത് വെച്ച് ചെയ്താൽ മതി. കട്ട് ചെയ്യാം. ഈ സൈഡിൽ ഏത് സൈഡിലാണ് ഏതാണെങ്കിലും അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാം. നമ്മുടെ ജീവനോ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. അത് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഏറ്റവും മുന്നിൽ, അല്ലെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് എടുക്കാം. അതെല്ലാം വണ്ടി ഓടിക്കുന്നവരോടൊന്ന് സൂചിപ്പിച്ച് പറയുക, ഇങ്ങനെ ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടെന്നുള്ളത് അവന് ഉപയോഗിക്കുന്നവരോട് പറയാം. പറയുന്നതിന് നമ്മൾ വടിയൊന്നും വിചാരിക്കരുത്. കാരണം ഇങ്ങനെ അവിടെ ഒരു കത്രിക വെച്ചിട്ടുണ്ടെന്നുള്ളത് അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അറിയാവുന്നവരോടെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. കാറുള്ളവരോട് ഇരിക്കുമ്പോഴത്തേക്ക് അത് സൂചിപ്പിക്കുക. എൻ്റെ സ്നേഹിതനായ ഒരു ടാക്സി ഡ്രൈവറിനോട് അദ്ദേഹത്തോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ബെൽറ്റ് മാറ്റിയിടണ്ടേന്ന്. ഒരു ജീവനും വണ്ടി മുഴുവനും കത്തുന്നതിലും നല്ലതല്ലേ ഒരു ബെൽറ്റ് മാറ്റിയിടുന്നതിന് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇതൊന്ന് കരുതുക. ഒരു മടിയും വിചാരിക്കാതെ ഒരു കത്രിക കരുതുക. എപ്പോഴാണ് എവിടെയാണ് ഇങ്ങനെ കത്തുന്ന അപകടം ഇപ്പോൾ ഉണ്ടാകുന്ന അറിയാൻ പോലെ ഗവൺമെൻറ് അന്വേഷിച്ച് പല കാര്യങ്ങളാണ് പറയുന്നത്. ഇനി പെട്രോളിൻ്റെ അകത്ത് വേറെ ഏതാണ് പുതിയത് ചേർത്ത് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ആണോ എന്താണെങ്കിലും കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, ഒരു കത്രിക കൊണ്ട് നമ്മുടെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും. നമ്മുടെ കൂടെയുള്ളവരുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് തുറന്ന് നമ്മൾ ഇതാക്കാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും എന്ന് പോൾ മാത്യു.